നമസ്കാരം, എല്ലാവർക്കും കിസ്മിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു കുക്കീസാണ്, സ്നോബോൾ കുക്കീസ്. അപ്പോൾ നമ്മളിത് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ മുട്ടയോ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ കിട്ടും. നമുക്ക് എങ്ങനെയാണ് ഈ സ്നോബോൾ കുക്കീസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ 2 സ്റ്റിക്ക് അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 കപ്പോളം വരും. പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ബട്ടർ നന്നായിട്ട് സോഫ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇത് നല്ല ക്രീമി ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ കുക്കിക്ക് നല്ല ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഉണ്ടാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് ആൽമണ്ട് ഫ്ലോർ. ഇനി ഈ പൊടികൾ കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആദ്യം മൈദ കുറേശ്ശെ ചേർത്തൊന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആൽമണ്ട് ഫ്ലോർ ചേർത്ത് കൊടുക്കും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഇത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് ചെറിയ ബോൾസ് ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. കണ്ട ഈ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുത്താൽ മതി. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കണ്ട ഇപ്പോൾ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഒരു സ്നോ എഫക്റ്റ് ഒന്ന് കിട്ടാനായിട്ട് ഈ കുക്കീസ് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ച പഞ്ചസാരയിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു തവണ കൂടി പഞ്ചസാരയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ ഇതുപോലെ 1-2 തവണ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു സ്നോ എഫക്റ്റും കിട്ടും, കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. കുക്കീസ് തണുത്ത ശേഷം മാത്രം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഷുഗർ ഇതിൻ്റെ മുകളിൽ പറ്റിയിരിക്കാതെ അത് പെട്ടെന്ന് തന്നെ മെൽറ്റായി പോകും. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നോബോൾ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ വായിലേക്ക് വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കിയാണ്. അപ്പോൾ എല്ലാവരും ഈ സ്നോബോൾ കുക്കീസ് ഒന്ന് തയ്യാറാക്കി നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും നന്ദി.